പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഗുരുതരമായ സുരക്ഷാ വീഴ്ച പുറത്തു വന്നിരിക്കുന്നു. 4 വർഷത്തിനിടെ ജയിലിന്റെ സംഭരണശാലയിൽ നിന്ന് 5.5 ലക്ഷം രൂപ വിലമതിക്കുന്ന സോളാർ പ്ലാന്റിന്റെ ഉപയോഗശൂന്യമായ ബാറ്ററിയിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോയതായി കണ്ടെത്തി. 300 ബാറ്ററികളിൽ നിന്നാണ് ഈ മോഷണം നടന്നതെന്നാണ് പ്രാഥമിക വിവരം. ജയിലിന്റെ പവർ ലോണ്ടറി യൂണിറ്റ് കെട്ടിടത്തിലാണ് സംഭവം നടന്നതെന്നാണ് റിപ്പോർട്ട്. പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പൂജപ്പുര പോലീസ് കേസെടുത്തെങ്കിലും ഏകദേശം 3 മാസത്തോളം ഈ വിവരം പൊതുസമൂഹത്തിൽ നിന്നും മറച്ചുവെച്ചു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പൂജപ്പുര പോലീസ് അറിയിച്ചു. FIRന്റെ പകർപ്പ് ഒരു റിപ്പോർട്ടർക്ക് ലഭിച്ചതോടെയാണ് ഈ മോഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ജയിലിനുള്ളിൽ നടന്ന ഈ മോഷണം അതീവ ഗൗരവത്തോടെയാണ് അധികാരികൾ കാണുന്നത്. കാരണം ഒരു അതീവ സുരക്ഷാ മേഖലയായ ജയിലിനുള്ളിൽ ഇങ്ങനെയൊരു മോഷണം നടക്കുന്നത് വലിയ സുരക്ഷാ പാളിച്ചകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. സാധാരണയായി ജയിലുകൾ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളുള്ള സ്ഥലമാണ്. അവിടെ ചെറിയ വസ്തുക്കൾ പോലും അനുമതിയില്ലാതെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് വളരെ വിരളമാണ്. എന്നിട്ടും ഇത്രയും വലിയ തോതിലുള്ള ഒരു മോഷണം 4 വർഷത്തോളം ശ്രദ്ധയിൽപ്പെടാതെ പോയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പൂജപ്പുര സെൻട്രൽ ജയിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലുകളിൽ ഒന്നാണ്. ഇവിടെ കനത്ത സുരക്ഷാ വലയം എപ്പോഴും നിലവിലുണ്ട്. തടവുകാരുടെ കൈമാറ്റം, സന്ദർശകരുടെ പ്രവേശനം, സാധനങ്ങളുടെ നീക്കം എന്നിവയെല്ലാം കർശനമായ നിരീക്ഷണത്തിലാണ് നടക്കാറുള്ളത്. എന്നിട്ടും ഉപയോഗശൂന്യമായ ബാറ്ററികളിൽ നിന്ന് വിലപിടിപ്പുള്ള ലോഹങ്ങൾ വേർതിരിച്ചെടുത്ത് മോഷണം നടത്താൻ സാധിച്ചത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.